ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്. നോമ്പൊക്കെ തുറന്നതിന് ശേഷം അല്പം മധുരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഇഷ്ടമാകുന്ന ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം മാവ് ഒന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു അര ഗ്ലാസ് അരിപ്പൊടിയാണ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പത്തിരിക്കും അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസ് പൊടിയാണ്. അതിലോട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഈ പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ പൊടി ഞാൻ നന്നായിട്ട് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. എത്രയും ചെറിയ ഉരുളയാക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടി വെച്ചിരിക്കുന്നത്. ഇത് വളരെ കുറച്ച് മാവല്ലേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ 4ആയിട്ട് കീറിയിട്ട് ഒന്ന് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു 1.5 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് നമുക്കിതുണ്ടാക്കാം. എനിക്ക് ശർക്കരയാണ് കൂടുതലിഷ്ടം, അതുകൊണ്ട് ഞാൻ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഉരുകിയിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയും വേണം. പിന്നെ ഇതിനു വേണ്ടി ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തോട്ടൊരു 2 ഗ്ലാസ് 2ാം പാലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കാം. ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. പിന്നെ ഇതിലോട്ടൊരു 1 നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ അരിപ്പൊടി കൊണ്ടുള്ള ബോളുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചതച്ച ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക അല്ലെങ്കിൽ ഏലക്കപ്പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ അരിപ്പൊടി കൊണ്ടുള്ള പിടി ഇട്ടിട്ട് ഇപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഈ നേന്ത്രപ്പഴവും ഈ പിടിയും എല്ലാം ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചവ്വരി അഥവാ സാബൂനരി എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പ് ചവ്വരിയാണിത്. ഇത് ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. കുതിർത്ത് വെക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് 3 നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി പാത്രം അടച്ച് വെച്ചിട്ട് തീ കുറച്ച് ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് പാത്രം തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് പാത്രം അടച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ മുമ്പേ ഉരുക്കി വെച്ച ശർക്കര നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് പിടിയും അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ചവ്വരിയും വെന്ത് വന്നിട്ടുണ്ട്. ഈ ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. തീ കുറച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ ശർക്കരയൊക്കെ ഈ പിടിയിലോട്ടും ആ നേന്ത്രപ്പഴത്തിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനൊരു 1/2 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ഞാനിത് തിളപ്പിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് നെയ്യിലാണ് ഞാൻ താളിച്ചെടുക്കുന്നത്. നെയ്യിൽ തന്നെ താളിച്ചെടുക്കണം, എന്നാലേ ഉള്ളൂ ഇതിന് ടേസ്റ്റ് വരത്തുള്ളൂ. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലോട്ടൊരു 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഇട്ട് തന്നെ ഇത് താളിക്കണം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്.
അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് താളിച്ചൊഴിക്കാം. ഇത് ശരിക്കും പാലുവാഴിക്കയുടെയൊക്കെ വേറൊരു രൂപമാണ്. പാലുവാഴിക്കയിലാകുമ്പോഴത്തേക്ക് ചൗവരിയും പിന്നെ നേന്ത്രപ്പഴമാണ് ചേർക്കാറ്. പിന്നെ അതിൽ ശർക്കര ചേർക്കാറില്ല, പഞ്ചസാരയിലാണല്ലോ ഉണ്ടാക്കാറ്. ഇതിലാകുമ്പം പിടിയും ചേർത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ശർക്കരയും ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഈ റമദാൻ സമയത്ത് നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.